Hi students, now we are going to discuss manufacturing account. മാനുഫാക്ചറിങ് അക്കൗണ്ട് സാധാരണ പ്രിപ്പയർ ചെയ്യാറ് മാനുഫാക്ചറിങ് കൺസേൺസ് ആണ്. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ രണ്ട് അക്കൗണ്ട് ആണുള്ളത്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ. പക്ഷെ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്, അതാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. In the case of trading concern, you can find out the cost of goods sold and the gross profit by preparing trading account. ഒരു ട്രേഡിംഗ് കൺസേൺ ആണ് നമ്മളെന്ന് വിചാരിക്കുക. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതേപോലെ ഗ്രോസ് പ്രോഫിറ്റും നമ്മൾ കണ്ടെത്തുന്നത് എവിടെ നിന്നാണ്? ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ്. But a manufacturing concern has to prepare another account that is called manufacturing account, with the help of which it works out the cost of goods produced. മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഒരു മാനുഫാക്ചറിങ് കൺസേൺസിന് എന്തറിയാൻ പറ്റും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നമുക്ക് വിൽക്കാൻ വേണ്ടി വരുന്ന ചെലവ് അല്ലെ, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ വിൽക്കാൻ ഉള്ള ആ പ്രൊഡക്റ്റ് ഇല്ല, അതിന്റെ കോസ്റ്റ് എത്ര വരുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. പക്ഷെ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടി കണ്ടുപിടിക്കുന്നതാണ് ഈ പറയുന്ന മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഈസ് ദെൻ ട്രാൻസ്ഫേർഡ് ടു ദ ട്രേഡിംഗ് അക്കൗണ്ട്. ഇതിൽ വരുന്ന എമൗണ്ട് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കണ്ടെത്തുക. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ കിട്ടുന്ന അതിൽ എന്താ കണ്ടുപിടിക്കുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിക്കുന്ന എമൗണ്ട് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക. A manufacturing concern purchase raw materials from the market and converts them into finished goods. സാധാരണ മാർക്കറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റോ മെറ്റീരിയൽസ് ആണ് വാങ്ങുക അല്ലെ, എന്നിട്ട് എന്ത് ചെയ്യും? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറും. The cost of goods produced thus includes two major costs. അപ്പോൾ രണ്ട് കോസ്റ്റ് ആണ് സാധാരണയായിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അതിൽ വരുന്നത്. പ്രൊഡ്യൂസ്ഡിൽ വരുന്നത് നമുക്ക് രണ്ട് കോസ്റ്റ് ആണ്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, നമ്മൾ എത്ര റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് കൺവേർഷൻ, നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ ആണ്. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാൻ വരുന്ന കോസ്റ്റ്, അതാണ് കൺവേർഷൻ കോസ്റ്റ്. നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ അതിൽ വരുന്നതാണ് കൺവേർഷൻ കോസ്റ്റ്. സോ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡും കോസ്റ്റ് ഓഫ് കൺവേർഷനും കൂടി ചേർത്തതാണ് നമ്മുടെ എന്ത് വരുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ഇതിനൊരു കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് നമ്മൾ കണ്ടുപിടിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഇത് മൂന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അറിയാൻ പറ്റും. റോ മെറ്റീരിയലിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും റോ മെറ്റീരിയലിന്റെ പർച്ചേസസും ആഡ് ചെയ്യുക, എന്നിട്ട് അതിന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു വർഷം എത്ര റോ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ചു, അതായത് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര റോ മെറ്റീരിയൽ വേണ്ടി വന്നു എന്ന് അറിയണം. അപ്പൊ അതിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒഴിവാക്കിയാലാണ്, അതുകൂടി അഡ്ജസ്റ്റ് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് എമൗണ്ട് അറിയാൻ പറ്റും. അപ്പൊ ഇതിലെ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിള്, എ ഫേം പർച്ചേസ് റോ മെറ്റീരിയൽ വർത്ത് ₹6,50,000. ഒരു ഫേമിന് 6,50,000 റോ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ന്യൂ മെറ്റീരിയൽസ് എന്താണ്? 2018 6,50,000 റോ മെറ്റീരിയൽസ് വാങ്ങി. പിന്നെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജനുവരി 1-ാം തീയതി ഓപ്പണിംഗ് സ്റ്റോക്ക് 70,000 ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് 90,000 ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വർഷം എത്ര റോ മെറ്റീരിയൽ ഉപയോഗിച്ചു എന്നറിയണം. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും പർച്ചേസസും തന്നിട്ടുണ്ട്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് 70,000 ആണ്, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് 6,50,000. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്തു. അതെന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 90,000. അപ്പൊ നമുക്ക് എന്തറിയാൻ പറ്റും? അതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 90,000 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാണ്? 6,30,000. അതുകൂടാതെ നമുക്ക് വേറെ എക്സ്പെൻസ് എന്താണ്? കോസ്റ്റ് ഓഫ് കൺവേർഷൻ ഉണ്ട്. ഈ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ എക്സ്പെൻസസ് incurred in the factory such as wages, pay to labor,
supervisor's salary, factory rent rate, motive power, repairs to plant and machinery, depreciation on plant and machinery, etc. So നമുക്ക് നേരിട്ട് വരുന്ന എക്സ്പെൻസുകൾ, കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആയിട്ട് മാറ്റാൻ വരുന്ന ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകളെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കൺവേർഷൻ കോസ്റ്റ് കൊണ്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം നോക്കാം. എന്നൊരു ഫോർമാറ്റ് ഉണ്ട്, മാനുഫാക്ചറിങ് അക്കൗണ്ട് ഫോർ ദ പീരിയഡ് എൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. എന്താ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവാത്തൊരു സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ എന്തല്ല, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടില്ല. സോ സെമി ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആണ്. റോ മെറ്റീരിയലും അല്ല ഫിനിഷ്ഡ് പ്രൊഡക്റ്റും അല്ലാത്തൊരു സ്റ്റേജിന് നമുക്ക് എന്ത് പറയാം, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാം. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് അറ്റ് ദ ബിഗിനിങ്, ഓപ്പണിംഗ് ആയിട്ടുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ ഇപ്പോൾ നമുക്ക് നോക്കാം. മാനുഫാക്ചറിങ് അക്കൗണ്ട് ഹെഡിങ് കൊടുക്കുക. പിന്നെന്താണ്, ലെഫ്റ്റ് സൈഡ് പർട്ടിക്കുലേഴ്സ് 2 എമൗണ്ട് കോളം, റൈറ്റ് സൈഡും പർട്ടിക്കുലേഴ്സ് 2 എമൗണ്ട് കോളം ഉണ്ടായിരിക്കും അല്ലേ. ഇനിയോ പർട്ടിക്കുലേഴ്സിൽ എന്തൊക്കെ വരും, ടു വർക്ക് ഇൻ പ്രോഗ്രസ് അറ്റ് ദ ബിഗിനിങ് അല്ലേ. നമ്മൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഉണ്ടായിട്ടുള്ള അതായത് ഈ വർഷം ഒരു കമ്പനിയുടെ ഈ ഒരു വർഷം ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്ന വർക്ക് ഇൻ പ്രോഗ്രസ് എത്ര ഉണ്ടെന്ന് എഴുതാം. അത് രണ്ടാമത്തെ കോളത്തിലാണ് എഴുതേണ്ടത്. പിന്നെ നമുക്ക് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അല്ലേ, അത് നമ്മൾ ഇന്നർ കോളത്തിൽ ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. അത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതാം. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് അറ്റ് ദ ബിഗിനിങ്ങും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, ഈ വർഷം എത്ര റോ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ചു. പിന്നെ നമുക്ക് കൺവേർഷൻ കോസ്റ്റുകളൊക്കെ എഴുതാം. കാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ്, മാനുഫാക്ചറിങ് വേജസ്, മോട്ടീവ് പവർ, കോൾ, ഗ്യാസ് ആൻഡ് വാട്ടർ. നമുക്ക് ഫാക്ടറിയിൽ വന്നിട്ടുള്ള ചെലവുകളാണ് കേട്ടോ, പ്രൊഡക്ഷന് വന്നിട്ടുള്ള ചെലവുകളെല്ലാം ഇവിടെ എഴുതാം. ഓയിൽ ആൻഡ് ഗ്രീസ്, ഫാക്ടറി ലൈറ്റിംഗ്, ഫാക്ടറി ഇൻഷുറൻസ്, റിപ്പയർസ് ടു ഫാക്ടറി, ഓക്കെ, ഡിപ്രീസിയേഷൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ് ആണ് കേട്ടോ. അതായത് നമുക്ക് പ്രൊഡക്ഷന് വരുന്ന ഫേം ആണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഇവിടെ എഴുതേണ്ട ആവശ്യമുള്ളൂ, ഫാക്ടറി ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ അടുത്ത സൈഡ് വരുന്നത് ക്രെഡിറ്റ് സൈഡ്, സെയിൽ ഓഫ് സ്ക്രാപ്പ്. സ്ക്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് നമുക്കൊരു മെഷീനറി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഐറ്റംസ് ഉണ്ടായിരിക്കും സ്ക്രാപ്പായിട്ട്, നമ്മുടെ വേസ്റ്റേജ് ആണ്. അപ്പം അത് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വരുന്ന പാർട്സ് അല്ലെങ്കിൽ വേസ്റ്റേജ് ഉണ്ടാവും. പിന്നെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, നമുക്ക് ഈ വർഷം അവസാനം എത്ര പ്രൊഡക്റ്റ് റോ മെറ്റീരിയലും അല്ല ഫിനിഷ്ഡ് പ്രൊഡക്റ്റും അല്ലാത്ത സ്റ്റേജിൽ കിടക്കുന്നുണ്ട് നോക്കുക, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അടുത്തത് എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. അത് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ബാലൻസ് എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇനി അത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതും. പിന്നെ നമ്മൾ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. എന്നിട്ട് അപ്പോൾ അത് നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ എഴുതി. എന്താണ്, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലെ, എത്ര റോ മെറ്റീരിയൽ ഈ വർഷം ഉപയോഗിച്ചു. പിന്നെ നമ്മൾ എഴുതേണ്ടത് എന്തൊക്കെയാണ്, കൺവേർഷൻ കോസ്റ്റുകളാണ് അല്ലെ. അതായത് ഫാക്ടറിയിൽ വരുന്ന എല്ലാ ചെലവും, അത് എന്തിനു വേണ്ടി വരുന്നതാണ്, ഫാക്ടറിയിൽ വരുന്ന ചെലവൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, പ്രൊഡക്ഷന് വേണ്ടി വരുന്ന ചെലവാണ് അല്ലെ. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വരുന്ന ചെലവുകൾ. കാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ്, നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്ന ഐറ്റംസ് ഒക്കെ, ഡ്യൂട്ടി, ഡോക്ക് ഡ്യൂ, മാനുഫാക്ചറിങ് വേജസ്, മോട്ടീവ് പവർ, ഇതൊക്കെ എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് സെയിൽ ഓഫ് സ്ക്രാപ്പ്. അതായത് നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്ത് വരാം, വേസ്റ്റേജ് ഒക്കെ വരാം. അപ്പോൾ ആ സ്ക്രാപ്പ് നമുക്കൊരു ഇൻകം ആണ് അല്ലേ, വിറ്റാൽ നമുക്ക് പൈസ കിട്ടും. സോ അത് ക്രെഡിറ്റ് സൈഡ് എഴുതി. പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ബിഗിനിങ്ങും ഉണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് എൻഡും ഉണ്ട്.
അല്ലേ? അതായത് നമുക്ക് സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്, റോ മെറ്റീരിയൽ അല്ല, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ലാത്ത സ്റ്റേജിനാണ് ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് അറ്റ് ദ എൻഡ് എന്ന് പറയുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബാലൻസ് എമൗണ്ട് ആണ്. സോറി, അപ്പോൾ നമ്മൾ ഇത്രയും എഴുതിയതിന് ശേഷം ബാലൻസ് ചെയ്യുക. ബാലൻസ് എമൗണ്ട് ആണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്യണത്? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇതാണ് മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയുന്നത്. ഫോർമാറ്റ് മനസ്സിലായോ? അപ്പോൾ ഇതിൽ ചില ടേംസിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്രാപ്പ് എന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വേസ്റ്റ് മെറ്റീരിയൽ കമ്മിങ് ഔട്ട് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്. സ്ക്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വേസ്റ്റ് മെറ്റീരിയൽ ആണ്. നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ലാസ്റ്റ് വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് പറയാം? സ്ക്രാപ്പ് എന്ന് പറയാം. അതേപോലെ റെഡിമെയ്ഡ്സ് ആണെങ്കിൽ കട്ടിങ് അതിൻ്റെ കട്ട് പാർട്സ് ഉണ്ടായിരിക്കും അല്ലെ, അങ്ങനെ പലതും ഉണ്ടായിരിക്കും. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞതാണ്. It is quite likely that the end of the year there must be certain goods which are still in the process of manufacture. അപ്പോൾ ഒരു വർഷം അവസാനം ആകുമ്പോൾ സാധാരണ സംഭവിക്കുന്നതാണ് റോ മെറ്റീരിയൽസ് ഇപ്പോഴും എന്തായിരിക്കും? certain goods which are still in the process of manufacture. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെ നമുക്ക് സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇത്രയാണ് നമ്മുടെ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഫോർമാറ്റ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ യൂണിറ്റ് കഴിഞ്ഞു. മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രോബ്ലം ആണ്. പ്രിപ്പയർ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. എന്തൊക്കെയാണ്? പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഫാക്ടറി വേജസ് തന്നിട്ടുണ്ട്, ഫാക്ടറി റെന്റ് തന്നിട്ടുണ്ട്, ഫ്യൂവൽ, പവർ, carriage inward, repairs of plant, depreciation of plant, sale of scrap, closing stock തന്നിട്ടുണ്ട്, raw materials, work in progress, finished goods ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ആ ഫോർമാറ്റ് പ്രകാരം തന്നെ ചെയ്യാം. ആദ്യം നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഹെഡിങ് കൊടുക്കുക. മാനുഫാക്ചറിങ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് December 31st, 2018. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, 2 എമൗണ്ട് കോളം കൊടുക്കാം കേട്ടോ, നമുക്ക് വൃത്തിക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്ന ഐറ്റം എന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പോലെയല്ല ഇവിടെ വരുന്നത്. മാനുഫാക്ചറിങ് അക്കൗണ്ട് ആദ്യം എഴുതുന്ന ഐറ്റം വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, ഈ വർഷം എത്ര റോ മെറ്റീരിയൽ ഉപയോഗിച്ചു എന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് തന്നിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, അത് എഴുതുക. ദെൻ റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് ഉണ്ടായിരിക്കും, അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, അത് ലെസ് ചെയ്തു. അപ്പോൾ 90,000 കിട്ടി. പിന്നെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട്, അതിലെ പ്രൊഡക്ഷന് വരുന്ന എക്സ്പെൻസുകൾ നമ്മൾ എഴുതുക. ഫാക്ടറി വേജസ് എഴുതാം, ഫാക്ടറി റെന്റ്, ഇതൊക്കെ പ്രൊഡക്ഷൻ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഫ്യൂൽ ആൻഡ് പവർ, കാരേജ് ഇൻവേർഡ്, റിപ്പയർസ് ഓഫ് പ്ലാൻ, ഡെപ്രീസിയേഷൻ ഓൺ പ്ലാൻ, ഇതൊക്കെ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെ നമ്മൾ ഇവിടെ എഴുതി. ഇനി ക്രെഡിറ്റ് സൈഡ് സെയിൽ ഓഫ് സ്ക്രാപ്പ് തന്നിട്ടുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് അറ്റ് ദ എൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡ് എഴുതാം. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യാം. അപ്പോൾ 2 ഐറ്റമാണ്, സെയിൽ ഓഫ് സ്ക്രാപ്പും വർക്ക് ഇൻ പ്രോഗ്രസ് അറ്റ് ദ എൻഡ്. 2 ഐറ്റമാണ് എവിടെ വരുള്ളൂ? ക്രെഡിറ്റ് സൈഡ് വരുള്ളൂ. ഇനി ബാലൻസ് ചെയ്യാം. ഈ ബാലൻസ് എമൗണ്ട് നമ്മൾ എവിടേക്ക് കൺവേർട്ട് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാറിപ്പോൾ വരുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ആണ് നമുക്ക് ഇവിടെ വരിക. ഈ 1,17,000 നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എഴുതുക. അതെങ്ങനെയാണെന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. ട്രേഡിംഗ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ 31st December 2018. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ആദ്യം എഴുതേണ്ട ആവശ്യമില്ല, അതെല്ലാം നമ്മൾ മറ്റേ അക്കൗണ്ടിൽ എഴുതി കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ഐറ്റംസ് എഴുതാനുള്ളൂ. ഫിനിഷ്ഡ് ഗുഡ്സിന്റെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. മറ്റേത് റോ മെറ്റീരിയലിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും റോ മെറ്റീരിയലിന്റെ ക്ലോസിംഗ് സ്റ്റോക്കും ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മൾ എവിടെ എടുക്കുക? റോ മെറ്റീരിയൽസിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും റോ മെറ്റീരിയൽസിന്റെ ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ എവിടെ ചെയ്തു? മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ചെയ്തു. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ എഴുതുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്നത് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. പിന്നെ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് കണ്ടുപിടിച്ചതാണ്. നമ്മുടെ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ കണ്ടുപിടിച്ച
കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഉണ്ട്, അത് എഴുതുക. 1,17,000. ഇനി ക്രെഡിറ്റ് സൈഡ് വരുന്നത് സെയിൽസ് എഴുതണം. പിന്നെ ഇതേപോലെ കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്, അത് എഴുതുക. ബാലൻസ് ചെയ്യുക. ബാലൻസ് എമൗണ്ട് ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മുടെ എഴുതാനില്ല. നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും സെയിൽസും മാത്രമേ എഴുതാനുള്ളൂ. പിന്നെ നമുക്ക് ബാക്കി എല്ലാ ഐറ്റം എവിടെ വന്നു? നമ്മുടെ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ വന്നു. സോ അതിന്റെ ബാലൻസ് നമ്മൾ ഇവിടേക്ക് എഴുതുക. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ബാലൻസ് എമൗണ്ട് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ എങ്ങനെ ചെയ്യും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എഴുതുക. പിന്നെ നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ കണ്ടുപിടിച്ച കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് എഴുതുക. ദെൻ സെയിൽസ് എഴുതുക, ക്രെഡിറ്റ് സൈഡ്, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുക, ബാലൻസ് ചെയ്യും. ഇതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം വന്നിട്ടുള്ളത്. എക്സ്ട്രാ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കുക. ഒന്നുമില്ല, ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് ആണെങ്കിൽ അത് സാധാരണ പ്രോബ്ലത്തിൽ വരില്ല. സ്പെഷ്യലായിട്ട് മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിങ്ങനെ എഴുതുക. അതല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ടിൽ വരികയാണെങ്കിലും മാനുഫാക്ചറിങ് ഫേം ആണ് എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? മാനുഫാക്ചറിങ് അക്കൗണ്ട് കൂടി ആദ്യം പ്രിപ്പയർ ചെയ്യുക. പിന്നെ സാധാരണത്തെ പോലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഫൈനൽ അക്കൗണ്ട്സിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് ഉള്ളത്. അതോടുകൂടി നമ്മുടെ ഈ ബ്ലോക്കും കംപ്ലീറ്റ് ആവും. ഓക്കെ, താങ്ക് യു.